പുതിയ അഡ്മിറ്റ് ആണല്ലേ? നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച AICC വക്താവ് ഷമാ മുഹമ്മദ് ചതിച്ചു പാല് കൊടുത്ത് വളർത്തിയ കൈക്ക് എന്നെ കൊത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു. സംവരണ സീറ്റ് അല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെ. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗമോളെ, എന്തെങ്കിലും പറ്റിയ എല്ലാവരും എന്നോട് ചോദിക്കത്തുള്ളൂ. സംവരണ സീറ്റ് അല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെ വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ഷമ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിൻ്റെ വേറൊരു സീനിയർ ലീഡറാണ്, നമുക്കെല്ലാം സ്നേഹമുള്ള, നമുക്ക് മനസ്സിലാക്കുന്ന കണ്ണൂരിൽ K. സുധാകരനെങ്കിൽ കോൺഗ്രസ് ഇല്ലാണ്ടാവും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? പക്ഷെ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ഒരേ ഒരു പരാതി എന്ന് പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണം. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണം, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കണം. എവിടെയെങ്കിലും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2 സ്ത്രീ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. സ്ത്രീ സംവരണത്തിന്റെ ശേഷം ഒരു സ്ത്രീ, അതും സിറ്റിംഗ് MP SC/ST കാറ്റഗറി ആയോണ്ട്, അല്ലെങ്കിൽ അവരും ഉണ്ടാവില്ല. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? എന്തുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും താഴ്ത്തിരിക്കുന്നു? എന്തുകൊണ്ട് കേരളയിലെ നേതാവുകൾ രാഹുൽജി പറയുന്നതൊന്നും ഇതാക്കാത്ത? എന്തുകൊണ്ട് കേരളയിലെ നേതാവുകൾ രാഹുൽജി പറയുന്നതൊന്നും ഇതാക്കാത്ത? പരാതി നേതൃത്വത്തെ അറിയിച്ചിരുന്നോ? പരാതിയായിട്ടില്ല പറയുന്നത്, ഇതൊരു അപേക്ഷയാണ്. സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേയൊക്കെ ഒരുപാട് പേരുകൾ കേട്ടിരുന്നു. അതിലൊരാളായിരുന്നു ഷമയുടെ പേരും കേട്ടിരുന്നു. അല്ല, എനിക്ക് ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ കാരുണ്യ പ്രവർത്തനമുണ്ട്, പാർട്ടിയുടെ എല്ലാ പ്രോഗ്രാമിനും കണ്ണൂരുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 10 കൊല്ലമായി TV ഞാൻ പ്രതികരിക്കുന്നു. സമയമെടുക്കും പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം അതിന് എല്ലാവർക്കും ഒരു അവസരം കിട്ടണമല്ലോ ജീവിതത്തിൽ. എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനാ? പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് പ്രതിനിധിയോ സ്ഥാനവും കുറവാണ്, അതെനിക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട. അധിക സമയത്തും തരുമ്പം ഒരു തോൽക്കുന്ന സീറ്റായിരിക്കും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എന്റെ ഇതില് മലബാർ സൈഡിലും ന്യൂനപക്ഷ ആൾക്കാരുണ്ട്. അത് അവിടെ ഒരു സ്ത്രീയാണ് മത്സരിക്കുന്നത്. അവർക്കൊരു സ്ത്രീ ന്യൂനപക്ഷനെ പരിഗണിക്കായിരുന്നു. കൊടുങ്കാട്ടിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അവർക്കൊരു സ്ത്രീ ന്യൂനപക്ഷനെ പരിഗണിക്കായിരുന്നു. വടകര എന്ന് പറയുന്നത് എന്റെ ഉമ്മ മാഹിലാന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അത് സ്ത്രീകൾ വളരെ കുറവാണ്. ഇവിടെ ഒരു സ്ത്രീയേ ഉള്ളൂ. മറ്റേ പാർട്ടിയിൽ ഇതിലധികം സ്ത്രീകളുണ്ട്. എന്റെ കൂടെ ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട്